ഹായ് ഫ്രണ്ട്സ്, N4 നീഡിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് പഠിച്ചു, അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷയാണ്. സിംഗിൾ ക്രോഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്, ചെയിൻ സ്റ്റിച്ച്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു ബേസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫൗണ്ടേഷൻ സ്റ്റിച്ച് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ക്രോഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ് ചെയ്യാനായിട്ട് ഫസ്റ്റത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുക. നമ്മുടെ ഹുക്കിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടായിരിക്കും. ഹുക്കിലുള്ള ത്രെഡിനെ നമ്മൾ പറയുന്ന പേര് ലൂപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇനി സിംഗിൾ ക്രോഷ് ചെയ്യാനായിട്ട് ലൂപ്പിൻ്റെ താഴെ കാണുന്ന ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഹുക്ക് ഇട്ട് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ രണ്ട് ലൂപ്പ് നമുക്ക് ഹുക്കിൽ ഉണ്ടാവും. ഫസ്റ്റത്തെ ലൂപ്പ് ഓൾറെഡി അതിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൂപ്പ് നമ്മളിപ്പോൾ എടുത്തതാണ്. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഈ രണ്ട് ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ ഒന്നിച്ചെന്ത് ചെയ്യണം, യാണിനെ പുറത്തേക്ക് എടുക്കണം. ഒരു സിംഗിൾ ക്രോഷ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിനൊന്നും സ്കിപ്പ് ചെയ്യണില്ല, നേരെ അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഹുക്കിനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഹുക്ക് ഇട്ട് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് യാണിനെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ആദ്യം ഒന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ രണ്ട് ലൂപ്പ് നമുക്ക് കിട്ടും. ഓൾറെഡി ഒരു ലൂപ്പ് ഹുക്കിലുള്ളതും ഇപ്പോൾ നമ്മൾ എടുത്തതും കൂട്ടി രണ്ട് ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക, രണ്ട് ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ രണ്ട് സിംഗിൾ ക്രോഷ് കിട്ടി. ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ചെയ്തു കൊടുക്കാം. സിംഗിൾ ക്രോഷയുടെ പാറ്റേൺ വരുന്നത് പ്ലസ് അല്ലെങ്കിൽ ഇൻറ്റു ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്രോഷയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ പാറ്റേൺ കാണുമ്പോൾ അതിൽ ഇൻറ്റു അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം കണ്ടാൽ അത് സിംഗിൾ ക്രോഷയുടെ പാറ്റേൺ ആണ് കേട്ടോ. എല്ലാ സ്റ്റിച്ചിലും നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയിനൊന്നും സ്കിപ്പ് ചെയ്യണില്ല, എല്ലാ സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കണ്ടിരുന്നിട്ട് കാര്യമില്ല, കാണുന്നതിൻ്റെ കൂടെ ചെയ്തും കൂടെ നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണത്. ബാക്ക് സൈഡ് ഇതുപോലെ കിട്ടും, ഫ്രണ്ട് സൈഡ് ഇതേപോലെയും കിട്ടും. ഇതിൻ്റെ സൈഡിലൂടെ നോക്കുമ്പോൾ നമുക്ക് വി സ്റ്റിച്ച് പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഉണ്ടോ? നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ക്രോഷ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സിംഗിൾ ക്രോഷ കൊടുക്കും. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് റോ വർക്ക് ചെയ്യണത് ഇതിൻ്റെ ഈ സൈഡിലൂടെ കാണുന്ന സ്റ്റിച്ചുകളില്ലേ, അതിലായിരിക്കും വർക്ക് ചെയ്തു പോവുക. ഓക്കെ, ഇൻഷാല്ല ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് HDC ആയിരിക്കും കേട്ടോ. HDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷയാണ്. സിംഗിൾ ക്രോഷയുടെ ഷോർട്ട് ഫോം വരുന്നത് SC എന്നാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ പാറ്റേൺ വരുന്നത് പ്ലസ് അല്ലെങ്കിൽ ഇൻറ്റു. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.